നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ ഉള്ളത് ആദ്യം പറ. കത്തിരിക്ക സൂപ്പ്, ക്യാരറ്റ് സാമ്പാർ, ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, ലേഡീസ് ഫിംഗർ ചിപ്സ്, കൊട്ടത്തേങ്ങ തോരൻ. ഇവ മെനു പറയണ ചീത്ത വിളിക്കണ. മാലിനി നരിയിൽ കണ്ണാടി നോക്കും മോളെ ചിനി മോളെ. കള്ളം പറയുന്നവരെ പിടിക്കാൻ വേണ്ടി പണ്ട് തലനിറച്ചവരുണ്ടാക്കി വെച്ചിരിക്കുന്ന വേലയാണ്. നീ വേണമെങ്കിൽ ഞാൻ വളരെ സുന്ദരിയാണെന്ന് അതിനോട് പറഞ്ഞു നോക്ക്. അത് നിന്നെ കടിക്കയില്ല. ചിനിയുടെ കാലിന് നീളം, കഴുത്തിന് നീളം, വായാണെങ്കിൽ മനുഷ്യൻ കണ്ട സഹിക്കില്ല. ഇതില് എന്റെ സ്പെഷ്യൽ ടച്ചൊക്കെ കൊടുക്കാം. എന്നാലേ സിനി ഞാൻ പറയുന്നതായിട്ട് വീണ്ടും എന്നെ അടിക്കും. ശരിയാ, അനങ്ങാതെ നിൽക്കണേ. നിന്റെ പുറകിൽ ഒരു വലിയ രൂപം. അത് വേറെ ആരുമല്ല, എന്റെ അടുത്തൊരു കുട്ടി ആന ഇരിക്കുന്നില്ലേ, അതിനെ സംരക്ഷിക്കാൻ വന്ന വലിയ ആനയായിരിക്കും. അതിനെ നമുക്ക് അനുനയിപ്പിച്ച് പറഞ്ഞു വിടാമേ. നീ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് സംസാരിക്കേ. നിന്റെ പുറകെ നിൽക്കുന്നത് കോബ്രയാ. എന്താന്ന് സിനി, അത് കോബ്ര ആയിരിക്കില്ല, സീബ്ര ആയിരിക്കില്ല തന്നെയാണ്. ശാസ്താവേ, നീ വിഷമിക്കേ വേണ്ട. ചെവിയൻ ആ കാവൽക്കാർക്ക് പിടികൊടുക്കേയില്ല. അവൻ മുയലല്ലേ, വേഗം ഓടി രക്ഷപ്പെട്ടോളും. ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും പതുക്കെ ഓടുന്ന പുലി ഇത് തന്നെയാണ്. അണ്ണാ, ഞാൻ പുലിയല്ലെന്ന മുയലാണ്. പറ്റിക്കാൻ നീ നോക്കുന്നത്. കുറച്ചു നേരം മിണ്ടാതിരിക്കുക. ഇത് വ്യത്യസ്തമായ കഥാപാത്രമാണെന്ന് തോന്നുന്നു. കഥയിലെ പാത്രം ഉണ്ടാണ്, പക്ഷെ പാത്രത്തിൽ കഥ ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചാൽ നീ എന്ത് വരം ചോദിച്ചാലും ഞാൻ തരും. വരം കൊടുക്കാൻ നീ ആര്? കവണ സന്യാസിയാ? അയ്യോ, ഇങ്ങോട്ട് നോക്കൂ സുഹൃത്തുക്കളെ, ഞാനും പുലി തന്നെയാണ്. അച്ഛൻ പുള്ളിപ്പുലി, അമ്മ വള്ളിപ്പുലി, അപ്പൂപ്പൻ തല്ലിപ്പുലി, പിന്നെ ഞാൻ പുലി. താറാവേ, പുലി എങ്ങോട്ടാ പോയതെന്ന് അറിയാമോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുലിയുടെ നിറം വെള്ളയാണോ ചേട്ടാ? അവന്റെ പുറത്ത് കറുത്ത വരിയൊക്കെ ഉണ്ടാവോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് സീബ്ര. നമ്മൾ അന്വേഷിക്കുന്നത് പുലിയാണ്. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കിപ്പോ എന്റെ കാര്യം അവരെങ്ങനെ ഇരിക്കുമെന്നാണ് പറഞ്ഞു തരൂ. എല്ലാം 2 ഇഞ്ചും 3 ഇഞ്ചും ഒക്കെ ഉള്ളൂ. അപ്പൊ പ്രശ്നമില്ല, എല്ലാത്തിനും ഒറ്റ വായിൽ വിഴുങ്ങിക്കളയാം. നിന്റെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവക്കെ പറ്റുന്നില്ല, നിനക്കെങ്കിലും പറ്റുമോ? എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് നിങ്ങളോട്. ഈ നാട്ടിലേക്ക് തിരിച്ചെത്താൻ നിങ്ങളാ കാരണക്കാരായത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ എത്തില്ലായിരുന്നു. അതിലവൻ വീണു. ഇനി 3 ദിവസത്തേക്ക് ഇവൻ എനിക്കൊന്നും എനിക്ക് തോന്നില്ല.